എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റീൽ റിയാക്ഷൻ വീഡിയോ ആണ്. ഈ പങ്ക്തിയിലേക്ക് നിങ്ങൾ അയച്ചു തന്ന 100 കണക്കിന് റീലുകളിൽ നിന്ന് അടിച്ചു കയറി വന്നിരിക്കുന്നത് സുരേഷ് ഗോപിജിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ചില പ്രകടനങ്ങൾ നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട്. ആസ്വാദനം എന്നുള്ള ഒരു വേർഡ് റിയാലിറ്റിയിൽ നിന്ന് മുഖം തിരിച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഒരു പരിധിവരെ അദ്ദേഹത്തെ സഹിക്കാറുണ്ട്. തൃശ്ശൂർക്കാരോട് കാര്യമായിട്ടുള്ള ഒരു സഹാനുഭൂതിയും അദ്ദേഹം ആ ഒരു വിജയത്തിന് ശേഷം കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലുള്ള ആളുകളോട് മുഴുവനായിട്ടും എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെ അദ്ദേഹം സഭയിൽ ചെന്നിട്ട് പ്രകടനം നടത്താറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ആഴ്ച കത്തിക്കേറി നിൽക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ അതേ രാഷ്ട്രീയമുള്ള പ്രിയ കൂട്ടുകാരൻ മേജർ രവിയും കത്തിക്കേറി നിൽപ്പുണ്ട്. അദ്ദേഹത്തെ ഒരു ജീവിയുമായിട്ടൊക്കെ ഉപമിക്കുന്ന ചില ട്രോളുകൾ കണ്ടു. എനിക്ക് തീരെ അതിനോട് യോജിക്കാൻ പറ്റിയില്ല. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തുന്നത് കൊണ്ട്, വിവരക്കേടുകൾ കാണിക്കുന്നത് കൊണ്ട് എന്തിനാണ് മൃഗങ്ങളെ അതുമായിട്ട് കമ്പയർ ചെയ്ത് അതുങ്ങളെ ഉപദ്രവിക്കുന്നത്? ഏതായാലും ഇന്നത്തെ ആദ്യ റീല് സുരേഷ് ജിയുടെ തന്നെയാണ്. നിങ്ങൾ ആരാണ് എന്നുള്ളൊരു ചോദ്യമാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. ഇതിലെന്താണ് അത്ര പുതുമ? ഇതെങ്ങനെയാണ് വലിയൊരു വാർത്തയാവുന്നത്? ഒരു സവർണ അനുരാഗി സംഖ്യയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാനാണ്? അദ്ദേഹം വോട്ടിരക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരുടെയും കയ്യിലും കാലയിലും ഒക്കെ പിടിച്ച് എല്ലാത്തരം പ്രകടനങ്ങളും നടത്തി വോട്ടിരക്കും. എന്നാൽ ജയിച്ച് ഒരു കര പറ്റി കഴിയുമ്പോഴത്തേന് തമ്പ്രാന്റെ തനി സ്വഭാവം പുറത്തു വരും. അന്ന് ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് ആളെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. അവന്റെ പാർട്ടിയും അവൻ വന്ന സ്ഥലവും അവന്റെ ജാതിയൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ അമ്പ്രാൻ തിരിച്ച് എന്തെങ്കിലും മൊഴിയത്തുള്ളൂ. ഒരു മാധ്യമപ്രവർത്തകൻ അവൻ ഏത് പാർട്ടിയുടെ ആളാണെങ്കിലും ഏത് ചാനലിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിലും ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ഒരു ചോദ്യം നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന സംബന്ധിച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കേണ്ടി വരും. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഇങ്ങനെയുള്ള ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ എടുത്തു പോയി ഒച്ചാനിച്ച് നിൽക്കാൻ വേണ്ടി സമ്മതിദാന അവകാശം ഉപയോഗിച്ച തൃശ്ശൂരിലെ കെട്ടികൾക്ക് എല്ലാവിധ നമോവാകവും ഇവിടെ നേരുകയാണ്. അതിൽ ഏറ്റവും വലിയ കോമഡി അതിനകത്തെ ക്രൈസ്തവ സഭയും ക്രിസ്തംഗ്യ ഗഡികളാണ്. അവർ അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് കയറ്റിയത്. എന്നാൽ അവർക്കിട്ടുള്ള 8ന്റെ പണി രാജ്യത്ത് ഉടനീളം നടക്കുന്ന സമയത്തും വാ തുറന്ന് കമാന്നൊരക്ഷരം ഇദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുള്ള ആംബിയറും ആവതും അവിടെയുള്ള ആളുകൾക്കില്ല. അതേപോലെ തന്നെ സൈബർ ക്രിസംഗികൾക്കും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ക്രിസംഗികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ചില കാര്യങ്ങളെ കുറിച്ച് കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇന്ത്യയിലുടനീളം ക്രിസ്ത്യൻ മിഷണറിമാർക്ക് അത് ഏത് സഭയിൽ നിന്നുള്ള ആളാണ് എന്നുണ്ടെങ്കിലും 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ക്രിസ്ത്യാനികളിലെ ചില ആളുകൾക്ക് സംഘികളോടാണ് പ്രിയം. സംഘപരിവാറുകാർ ഇങ്ങനെയുള്ള എല്ലാ അക്രമങ്ങളും അഴിച്ചു വിട്ടിട്ടും ഇവിടെയുള്ള ഒരുത്തരും ചോദ്യം ചോദിക്കാത്തത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവർ ഉപയോഗിച്ച് കളഞ്ഞ ഏതെങ്കിലും കാവ്യകളസം കിട്ടും, അധികാര സ്ഥാനങ്ങൾ കിട്ടും എന്നുള്ള ഒരു മോഹം കൊണ്ടായിരിക്കും. ഒന്നും നടക്കാൻ വേണ്ടി പോണില്ല. ഇതുപോലുള്ള സവർണ അനുരാഗികൾ ഭരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മതം കൊണ്ട് നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തും. വഖഫ് ഭൂമിയെ കുറിച്ചിട്ടൊക്കെ കേരളത്തിലുള്ള ആളുകൾ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യാറുണ്ട്. ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ക്രിസംഖികളാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ മുസ്ലിം വിരോധം കാര്യമായിട്ട് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. സംഘികൾ അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല. എന്നാൽ ഈ ഇന്ത്യയിലുടനീളം സംഘപരിവാറുകാർ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് എതിരെ നടത്തുന്ന ആക്രമണങ്ങളെ കുറിച്ചിട്ട് ഇവർ എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അതിന്റെ അജണ്ട എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? കാലങ്ങളായി ക്രിസ്ത്യൻ മിഷണറീസ് ഇന്ത്യയിലുടനീളം പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ആശുപത്രികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന ചില സംവിധാനങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ഏറ്റെടുപ്പാണ് ഇനി ഞങ്ങൾ നടത്തിക്കോളാം എന്നുള്ളതിന്റെ ഒരു തുറന്നുള്ള പറച്ചിലാണ്, ഭീഷണിയാണ് ഇന്ത്യയിലുടനീളം നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു റീല് തന്നെ പ്ലേ ചെയ്യാം.
പല സ്ഥാനാർത്ഥികളും ഇലക്ഷന് നിൽക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പല ആളുകൾക്കും വോട്ട് ചെയ്തിട്ടുണ്ട്, പല ആളുകളും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ആ ഒരു സംഗതി, അതിനോട് യോജിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് സുരേഷ് ഗോപിജിയാണ്. അദ്ദേഹം കാര്യമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്താറുണ്ട്, അതൊക്കെ എന്നും പത്രികയിൽ അടിച്ചു വരാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ ഏറെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അത് ഇലക്ഷന് മുന്നേ തൊട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ദേവാലയങ്ങളിലെ പ്രതിഷ്ഠകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസാക്ഷനാണ്. പ്രതിഷ്ഠകൾക്ക് എന്ത് വേണമെങ്കിലും അദ്ദേഹം വാരിക്കോരി കൊടുക്കും. ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെടണം. അപ്പോൾ പ്രതിഷ്ഠകൾക്ക് മാത്രമേ കാര്യമായിട്ടുള്ള ഗുണമുള്ളൂ. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് BJP റെപ്രസെന്റ് ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിജിയാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ രാജ്യം ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ജനങ്ങൾക്ക് കിട്ടുമെന്നും എന്തൊക്കെ പ്രതിഷ്ഠകൾക്ക് കിട്ടും എന്നുള്ളതും ഇവിടെ വ്യക്തമാണ്. ഈ പള്ളിയിൽ അച്ഛൻ അദ്ദേഹത്തെ ആനാവെള്ളമൊക്കെ തെളിച്ച് തലയിൽ കൈയൊക്കെ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ പ്രതിനിധീകരിക്കുന്ന ആ ഒരു തിരുസഭയിലെ ആളുകൾക്ക് എതിരെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന പ്രതിഷ്ഠകൾക്ക് ലഡുവും ജിലേബിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളാണ്, അതൊക്കെ പത്രികയിൽ അടിച്ചു വരാറുണ്ട്. ആ ഒരു പത്രികയിൽ അടിച്ചു വരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് സംഘികൾ സുരേഷ് ജി മാസ് എന്നൊക്കെ പറയും. കേരളത്തിന്റെ പത്രങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്റ്റാർ ആണ്. കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ ചാനലിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരു വീഡിയോ കണ്ടു. वक्फ बिल पे लाइव चल रहा है, मैं तो यहाँ देख रहा हूँ, यहाँ फिल्म चल रही है। तू हाँ तू शांति से बैठ, हद में रह, क्या कर रहा है तू? इतना बड़ा आदमी बोल रहा है, तेरे को शर्म है नहीं है? समझ जा, नहीं तो बाहर मिलूंगा। आ बाहर तू, आ बाहर दिखाता हूँ साले क्या चीज हूँ मैं। कुट्टी कुट्टी काटूंगा, कुट्टी कुट्टी बेटा मिलेगा नहीं तू। ആളുകളുടെ വോട്ട് നേടി അധികാര സ്ഥാനത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപിജി അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനം എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മകളുടെ കല്യാണത്തിന് മോഡിജിയെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സവർണ അനുരാഗം പല വേദികളിലും പറയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോടും അതേപോലെ സാധാരണ ജനത്തോടും ധാർഷ്ട്യം കാണിക്കാൻ വേണ്ടി ആ ഒരു അവസരത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തമ്പ്രാൻ മനോഭാവം ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോ നല്ല കാര്യങ്ങൾ സംസാരിക്കും. അല്ല സുരേഷ് ഏട്ടാ, ഒറ്റ കാര്യം ഒന്ന് അതായത് ഇപ്പൊ അവരെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല പുരുഷൻ പരിഹരിക്കപ്പെടുന്നു. മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവര് പറഞ്ഞു. കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? കോടതിയുടെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരെടുത്തുനിന്ന് തരാൻ പറ. ഇതെന്താ അവര് കാണിക്കാഞ്ഞ്? ദി നോട്ടിഫിക്കേഷൻ contains substances which are unreasonable and unacceptable എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്ക്. ഹൈക്കോടതിക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് നമുക്കിത് സുഗമമായി നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് സർ. അത് നമ്മളല്ല, നാട്ടുകാർ നിൽപ്പുണ്ട്, അവര് നടത്തിക്കോളും. എമ്പുരാൻ വിവാദം ഉടനെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ടുള്ള ലക്ഷ്യം മാധ്യമപ്രവർത്തകർക്ക് തീരെയില്ല. അതേപോലെ തന്നെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എമ്പുരാൻ സിനിമയിൽ കാണിച്ചതുപോലെയുള്ള നാഷണൽ ഏജൻസികളുടെ അന്വേഷണമൊക്കെ റിയാലിറ്റിയിൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആളുകൾ. സിനിമയുടെ ഭാഗമായിരുന്ന നിർമ്മാതാക്കളായിട്ടുള്ള ആളുകൾ, ഡയറക്ടർ, അവരുടെയൊക്കെ വീട്ടിലേക്ക് ED റെയ്ഡുകളൊക്കെ വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഇല്ലുമിനാറ്റി വൈബൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അടിക്കുന്നുണ്ട്. എന്താണെങ്കിലും സുരേഷ് ജിക്ക് ഇത് മൊത്തത്തിലൊരു എമ്പുരാൻ മാർക്കറ്റിംഗ് പരിപാടിയാണ് എന്നുള്ള അഭിപ്രായം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു റീലിലേക്ക് പോയി കഴിഞ്ഞാൽ, മഹാക്ഷേത്രത്തെ പറ്റി എനിക്കറിയാം സ്വാമി. പഴയ ചാതുർവർണ്ണയത്തിൽ ജാതി തിരിച്ചായിരുന്നു ക്ഷേത്രപ്രവേശനമെങ്കിൽ ഇപ്പൊ അവിടേക്ക് ആളെ കടത്തിവിടുന്നത് മടിശീലയുടെ കനം നോക്കിയ. 1000 രൂപ കൊടുത്തവൻ ശ്രീകോവിലിന് തൊട്ട് മുന്നേ, 500 കൊടുത്തവൻ 50 അടി അകലെ, കയ്യിൽ കാശില്ലാത്തവൻ ചുറ്റമ്പലത്തിന് പുറത്ത്. ദേവൻ എന്താ ഇത്? മാറോ, കാര്യം പറയട്ടെ. ദേവന് പൂവും നീരും നേദിക്കുന്ന ശാന്തിക്കാരൻ പോലും കൈവെള്ളയിൽ കാശ് പതിച്ചാലേ പ്രസാദം നൽകും. ഭഗവാന്റെ പേരിൽ പിടിച്ചു പറിച്ചുണ്ടാക്കിയ കുറെ പണം ഉണ്ടല്ലോ സ്വാമി, കോടിക്കണക്കിന്. അതുകൊണ്ട് പണിയ ക്ഷേത്രം. അല്ലാതെ ഞാനൊരു കാശ് പോലും തരില്ല. തന്നാൽ തന്നെ അത് സർക്കാർ ഭരിക്കുന്ന ദേവസ്വം ഭണ്ഡാരത്തിൽ പോയി ചേരും. ഇവിടുത്തെ ഊച്ചാളി രാഷ്ട്രീയക്കാർക്ക് എടുത്തിട്ട് തിന്നു മുടിക്കാൻ. വേണമെങ്കിൽ ചിലപ്പോ ചർച്ചിനും മോസ്കിനും പോലും ഞാൻ കൊടുത്തെന്നിരിക്കും. തിരുസഭയുടെയും വഖഫ് ബോർഡിന്റെയും സ്വത്തുക്കളെ സംരക്ഷിക്കാൻ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന അവർക്കറിയാം, അവിടെ എങ്ങും ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരനും കയറി കളിക്കില്ല. 33 കോടി ദേവതകളെ ആരാധിക്കുന്ന നിങ്ങളുടെ സമുദായക്കാർക്ക് അതറിയില്ല, നിങ്ങൾക്കും അതറിയില്ല. എന്ന് നിങ്ങളുടെ സമുദായക്കാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, അന്ന് ഞാൻ തരും പണം. കരുത്തുറ്റ ആർജവമുള്ള പോലീസ് കഥാപാത്രങ്ങൾ
രാഷ്ട്രീയ നേതാക്കളുടെ കഥാപാത്രങ്ങൾ, മന്ത്രിമാരുടെ കഥാപാത്രങ്ങൾ, സമര നായകന്മാരുടെ കഥാപാത്രങ്ങൾ, ജേർണലിസ്റ്റിൻ്റെ കഥാപാത്രങ്ങൾ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സുരേഷ് ഗോപിജി എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ ഞാൻ കണ്ട പല സിനിമകളിലും അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഈ ആൾ റിയാലിറ്റിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സൂപ്പർ ആയിരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രകടനങ്ങൾ കാണുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും എന്താണ് ഒരു സിനിമയുടെ കാമ്പ് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ആ ഒരു സ്ക്രിപ്റ്റും ആ ഒരു ഡയലോഗുമാണ്. അതിങ്ങനെ പറയുന്ന ആൾക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യമൊന്നും നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അങ്ങനെ കൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാണേണ്ടി വരും. എമ്പുരാൻ വിവാദത്തിൽ ആകെ മൊത്തത്തിൽ എക്സ്പോസ്ഡായി ആളുകളുടെ മുൻപിൽ അപഹാസ്യ താരമായി മാറിയ ഒരു ചങ്ങായിയാണ് ഈ മേജർ രവി. അദ്ദേഹം സിനിമയ്ക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു റീല്. സാറേ, സിനിമ കണ്ടതിന് ശേഷം ഫസ്റ്റ് റിവ്യൂ പറഞ്ഞത് എന്നോടാണ്. അപ്പൊ അത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് സാറേ. അപ്പൊ തന്നെ അതിപ്പോഴും ഞാൻ പറഞ്ഞത് നല്ല സിനിമ. പക്ഷെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ അതിനകത്തുള്ള പ്രശ്നമൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ല എന്നതിന്റെ വിശ്വാസം പറയാൻ പറ്റില്ലേ? കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും മുസ്ലിം ലീഗ് ഭരിച്ചാലും ശരി, ആര് ഭരിച്ചാലും ശരി, ഞങ്ങൾക്ക് വേറെ കൊടികളൊന്നുമില്ല, ഒറ്റ കൊടിയുള്ളൂ, അത് നാഷണൽ ഫ്ലാഗ്. സോ വി ആർ സപ്പോസ് ടു അപ്ഹോൾഡ് ദ പ്രസ്റ്റീജ്, റെസ്പെക്ട്. നമ്മുടെ രാജ്യം എന്ന് പറയുന്ന സമയത്ത് തിളയ്ക്കുന്ന രക്തമാണ് നമ്മുടെ രക്തമുള്ളത്. അല്ലാതെ ഇന്ന പാർട്ടിക്കാർ വന്നു അല്ലെങ്കിൽ മറ്റവർ വന്നു, cannot bother. A few moments later. That is what is Major Ravi എന്ന രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രവാദിയായിട്ടുള്ള ഇന്നത്തെ ഈ BJP-കാരൻ elect ചെയ്യൂ. We are the people who love this country. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം. ആ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം. അതിൽ രാഷ്ട്രബോധമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അതാണ് ഭാരതീയ ജനതാ പാർട്ടി. നിങ്ങൾ അച്ഛനമ്മമാര് സൂക്ഷിച്ചോണം നിങ്ങളുടെ കുട്ടികളെ. ഇല്ലെങ്കിൽ അവരെ ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇരുന്ന് വീട്ടിലിരുന്ന് കരയേണ്ടി വരും. അത് വേണ്ടെങ്കിൽ എലക്ട് ചെയ്യൂ. ശ്രീത്ത് മണിക്കരുടെ ഒരു പ്രകടനത്തോടെ ഇന്നത്തെ റിയൽ റിയാക്ഷൻ പ്രകടനം അവസാനിപ്പിക്കുകയാണ്. ഈ തിരക്കഥയിലെ ഭാഗത്ത് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ അതിലെ പ്രധാനപ്പെട്ട നടനെ അറിയിച്ചിരുന്നോ ഇല്ലയോ? ആ കാര്യത്തിൽ അറിയിച്ചിട്ടില്ല എന്നൊരാൾ പറയുന്നു. അപ്പോൾ സംവിധായകന്റെ അമ്മയാണ് പറയുന്നത് അത് അറിയിച്ചിട്ടുണ്ട് എന്ന്. ഇന്ന് നിർമ്മാതാവ് പറയുന്നത് ക്ലാരിറ്റിയോടുകൂടിയല്ല, അദ്ദേഹം പറയുന്നത് സ്ക്രിപ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ടാണ് കേട്ടത്, ഫൈനലൈസ് ചെയ്തത് എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള അവിടുത്തെ ചോദ്യം അപ്പോഴും ബാക്കിയാണ്. ഈ കഥയുമായി ബന്ധപ്പെട്ട് നടൻ ശ്രീ മോഹൻലാലിനോട് നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന അറിവ് ഡയറക്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. ഇതിന് ക്ലാരിറ്റി നൽകേണ്ടത് ആരാണ്? ഇതിന് ക്ലാരിറ്റി നൽകേണ്ടത് സംവിധായകനാണ്. അതേപോലെ തന്നെ പ്രിവ്യൂ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രിവ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ഇന്ന് അതിന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂരിനോട് ചോദിക്കുമ്പോൾ പ്രിവ്യൂമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹം പ്രിവ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല എന്നാണ്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് നടന്നു, ആരെയൊക്കെ വിളിച്ചു, ഏത് തിയേറ്ററിൽ വെച്ച് നടന്നു എന്ന് അദ്ദേഹം പറയാനുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നിർമ്മാതാവിനേക്കാൾ അതിലെ നായക നടനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഒരു കാര്യത്തിൽ പ്രദർശിപ്പിക്കേണ്ടത് അതിന്റെ സംവിധായകനാണ്. ആ സംവിധായകൻ, ഞാൻ പറഞ്ഞ സംവിധായകൻ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല. നടനായിട്ടുള്ള ശ്രീ മോഹൻലാലിന് അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഉണ്ടായിരുന്ന മനോവിഷമത്തിലാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട അവസാന വാക്കെന്ന് പറയുന്നത് സംവിധായകന്റേതാണ്. അപ്പൊ നായക നടനുള്ള അതേ ഖേദം എമ്പുരാൻ എന്ന സിനിമ സംഘപരിവാറുകാരെ കാര്യമായിട്ട് തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വന്ന വിഷമം ഏറ്റവും കൂടുതൽ അതിൻ്റെ ആഴത്തിൽ അവർക്ക് ഫീൽ ചെയ്തത് മോഹൻലാൽ ആ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ്. മോഹൻലാലിനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സംഖ്യവൽക്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ കാലം വരെ. അദ്ദേഹത്തിന് ചെറിയൊരു ആശ്വാസം കിട്ടിയത് ഈ ഒരു സിനിമയിലെ ഒരു കഥാപാത്രം കൊണ്ടാണ്. അതേപോലെ തന്നെ മുരളി ഗോപിക്കും തെല്ലൊരു ആശ്വാസം കിട്ടിയത് ഈ ഒരു സിനിമ കൊണ്ടാണ്. അപ്പോൾ മോഹൻലാൽ അങ്ങനെ ചെയ്യുമോ? മോഹൻലാൽ അറിയാതായിരിക്കും അങ്ങനെ ചെയ്തത്, അറിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള സംഘവിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വലിയ ചർച്ചയുണ്ടായിരുന്നത്. മേജർ രവി ഉറപ്പായിട്ടും പറയുകയാണ് ലാൽ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല, മോഹൻലാൽ അങ്ങനെ ഒരു സിനിമ പ്രിവ്യൂ കാണുന്ന ഒരു ശീലമില്ല, അദ്ദേഹം അറിഞ്ഞായിരുന്നുണ്ടെങ്കിൽ അഭിനയിക്കത്തില്ല. ഇങ്ങനെയുള്ള കുറേയധികം സംഘവിശ്വാസങ്ങളെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വലിയ ചാനൽ പ്രകടനങ്ങളൊക്കെ. എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു സിനിമ വന്നു, ആ ഒരു സിനിമ ഒത്തിരിയധികം ആളുകൾ കണ്ടു, ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ വന്നു. മറന്നുപോയ അല്ലെങ്കിൽ ഒരു ജനറേഷൻ അറിയാത്ത ചില കാര്യങ്ങളെ കൂടുതലായിട്ട് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഒത്തിരിയധികം സാധ്യതകൾ ആ ഒരു സിനിമ തുറന്നിട്ടു. എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ സംവിധായകൻ, നിർമ്മാതാക്കൾ, മുഖ്യ അഭിനേതാവ്, അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തേക്ക് സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. സിനിമയ്ക്ക് ശേഷമുള്ള പല വാർത്തകളും തുറന്നു കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.